ഹായ്. അപ്പോൾ ബജറ്റൊക്കെ ഇറങ്ങി, ബജറ്റൊക്കെ പാസ്സായി. അപ്പോൾ അതിൽ നമ്മളെ സലീം കുമാർ ഉണ്ടല്ലോ, സലീം കുമാറിൻ്റെ ഒരു സ്മാരകം പണിയാൻ വേണ്ടിയിട്ട് 1 കോടി രൂപ നമ്മളെ ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട്, സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? സലീം കുമാർ എന്ന് പറഞ്ഞാൽ നല്ലൊരു വ്യക്തിയാണ്, പല ജനഹൃദയങ്ങളും ചിരിപ്പിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ ആ വ്യക്തി ഇപ്പോൾ ജീവിച്ചിരിപ്പിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല ഈ തീരുമാനം. കാരണം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ഒരുപാട് വീടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ വയനാട് പോയതല്ലേ, വയനാട് പോയില്ലെങ്കിലും നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് വീടില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഈ സലീം കുമാർ എന്ന വ്യക്തിയുടെ പേരിൽ അത് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്കൊരു ഉപകാരമായി. പിന്നെ പ്രവാസികൾക്ക് അതേപോലെ തന്നെ പെൻഷൻ നീക്കിക്കളയുക, അങ്ങനെയൊക്കെയുള്ള ഇതുണ്ട് ഇപ്പോഴത്തെ ബജറ്റിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്മാരകം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ അത് പക്ഷികൾക്കും ഒക്കെ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സ്ഥലമായിട്ട് മാറും. തുടക്കത്തിൽ തന്നെ അത് കുറച്ചൊരു ഇതുണ്ടാവും, പിന്നെ അത് കഴിഞ്ഞാൽ അതങ്ങനെ കിടക്കും. അപ്പോൾ അതിനാട്ടി നല്ലതാണ് നമ്മൾ പാവപ്പെട്ട ജനങ്ങൾക്ക്, വീടില്ലാത്തവർക്ക് ഒരു വീട് പണിയാൻ വേണ്ടിയിട്ട് ഒരു 10 വീട് നമുക്ക് സുഖമായിട്ട് പണിഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ ആ സലീം കുമാർ, ഇപ്പോൾ സലീം കുമാറിൻ്റെ കുടുംബവും ഇത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളും ചിലപ്പോൾ ആഗ്രഹിക്കുന്നത് ഇതൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ അത് സാധാരണക്കാർക്ക്, വീടില്ലാത്തവർക്കൊക്കെ വീട് പണിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാനാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നമുക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം.